ഗ്രാമസേവികയാണ് സാർ. ശരി, അകത്തേക്ക് വരൂ. ഭാര്യ എവിടെ? ആ മുറിയിലുണ്ട്, അങ്ങോട്ട് ചെന്നോളൂ. കണ്ണും മുഖവും തുടങ്ങും. തന്നെ മറന്ന് സേവനത്തിന് ഇറങ്ങിയാൽ ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ചില മനുഷ്യരെ പോലെ ചില വീടുകളും പുറത്ത് വെളിച്ചവും അകത്തിരുട്ടുമായിരിക്കും. അതുകൊണ്ട് കയറാതിരിക്കുന്നതാവും നല്ലത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജോലിക്ക് പോകുന്ന എല്ലാവരും ഒരേ തരക്കാരായിരിക്കണമെന്നില്ലല്ലോ. നല്ലതായാലും ചീത്തയായാലും സംഭവങ്ങളല്ലേ മനുഷ്യന്റെ ഗുരു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഈ സംഭവം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ കുട്ടിയുടെ ഭാവിയെ വരെ ബാധിച്ചേക്കും. പോയിക്കോളൂ. ഒന്നിച്ചിറങ്ങുന്നത് കണ്ടാൽ ഇവിടുത്തെ ആളുകളുടെ നാക്കിന് കുറെ കാലത്തേക്ക് വിശ്രമം ഉണ്ടാവില്ല. കുട്ടി പോയിക്കോളൂ, ഞാൻ അല്പം കഴിഞ്ഞു വരാം. വല്ലതും കിട്ടിയോടോ മോനെ? കിട്ടി. 6 പിശുക്കത്തി. 5 പൈസയും 10 പൈസ അല്ലാതെ ഒരു നോട്ടിന്റെ കഷ്ണം പോലും ഇതിലിട്ടിട്ടില്ല. നീ പറഞ്ഞത് നേരാ. 2 ദിവസമായിട്ട് ഞാൻ അവളുടെ കാല് നക്കാത്ത കുറവേ ഉള്ളൂ. ഇത്രയും വലുതാക്കിയതിന്റെ നന്ദിയെങ്കിലും വേണ്ടേ? അത്രയൊന്നും പറയണ്ട. വിത്ത് മുളച്ചാൽ താനെ അങ്ങ് വലുതായിക്കോളും. ജോലിക്കുള്ള ആപ്ലിക്കേഷൻ നേരിട്ട് കൊണ്ടുപോയി കൊടുത്ത് ഇന്റർവ്യൂവിന് കൂടെ പോയത് ഞാനാ. ആ നന്ദിയെങ്കിലും എന്നോട് വേണ്ടേ? എന്ത് ചെയ്യാനാ, ഒക്കെ തലവിധി തന്നെ. ആട്ടെ, നീ വരുമ്പോ അച്ഛൻ ഇച്ചിരി വാങ്ങിച്ചോണ്ട് വരണേ. ശരി. ഒന്ന് ചുമ്മാ തിരിയുന്നേ. എനിക്ക് തന്നെ തികയില്ല, പിന്നെ ആ തന്തപ്പടിക്ക്. 2 ദിവസമായിടാ മോനെ അച്ഛനൊന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട്. എന്നാലേ ആ പറമ്പിലോട്ട് ചെല്ലേ. ഒരു 4-5 വാഴയ്ക്കും ഒരു 5-6 മൂട് ചേമ്പിന് തടം കൊത്ത്. മോള് ഗ്രാമസേവികയല്ലേ, എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അവൾ വിശദമായിട്ട് പറഞ്ഞു തരും. അധ്വാനിച്ചാൽ നല്ല ഉറക്കവും കിട്ടും. പാപ്പയുണ്ട് അവിടെ? പാപ്പയാ? നമ്മുടെ വീട്ടിനെ പറ്റി എന്തൊരു അറിവാ. നോക്കിക്കോ, നിങ്ങളുടെ ഈ ഇടങ്ങേറാക്കല് നമ്മുടെ ഇക്കാക്കൂട് പറയുന്നുണ്ട്. ഇക്കാക്കയാണല്ലേ? ഇക്കാക്ക ഉണ്ടോ? ചെന്ന് നോക്ക്. മോളെ മോളെ മോളെ, അച്ഛൻ പറയുന്നതൊന്ന് കേൾക്ക്. അച്ഛൻ നാക്ക് നനച്ചിട്ട് ഒത്തിരി നാളായി. കാശ് വല്ലതും ഉണ്ടെങ്കിൽ ഇത്തിരി അച്ഛന് താ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അച്ഛന് നാണമില്ലേ ദിവസം കള്ളു കുടിക്കാൻ കാശ് ചോദിക്കാനും? ഇതിലെന്തോന്ന് നാണിക്കാതിരിക്കുന്നു കള്ളു കുടിക്കുന്നതിന്? ഞാൻ നിന്നോടല്ലാതെ വേറെ ഏതവനോട് ചോദിക്കുമെടി? എടി, നിന്നെ വളർത്തി പഠിപ്പിച്ച എന്നെ വേണം ചവിട്ടാൻ. 4 കാശ് കയ്യിൽ വരാൻ തുടങ്ങിയപ്പോ അവളുടെ ഒരു നെകളിപ്പ്. വളർത്തിന്റെയും പഠിപ്പിച്ചതിന്റെയും വിശേഷം ഒന്നും പറയണ്ട. അച്ഛൻ വളർത്തി പഠിപ്പിച്ച പുന്നാര മോനുണ്ടല്ലോ, അവന്റെ ഗുണവിശേഷം കൊണ്ട് തല നിവർത്തി നടക്കാൻ വയ്യാതായിരിക്കുന്നു. തന്നെടി തന്നെ. തന്റെയും കൂടെ പുറപ്പുമൊക്കെ നിനക്കിപ്പൊ നാണക്കേടാ. നീ പറയടി, പറയൂ. തങ്കപ്പേട്ടനോ? വരൂ.
സുജാതയുടെ വീടും വീട്ടുകാരെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാ. അതിനെന്താ? ഇത് അച്ഛനായിരിക്കും. പേരിലൊരു കൊച്ചൻ. അച്ഛാ, ഓ, എന്തോ നാടി അച്ഛൻ. കേട്ടോ സാറേ, സാറ് കുടുംബത്തിൽ പിറന്നവനാണെന്ന് മോഹൻ കണ്ടാൽ അറിയാം. അതുകൊണ്ട് പറയാ, സാറ് കേൾക്കണം. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ പോടി. സാറിന് എന്നെ മനസ്സിലാവും, എനിക്ക് സാറിനെയും. കേട്ടോ സാറേ, എനിക്ക് ദിവസവും ഒരു ഇച്ചിരി, ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി അകത്ത് ചിന്തിക്കുന്ന സ്വഭാവമുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഇടപാടുമല്ല, അത് അവർക്ക് അറിയാം. അതിന് 4 കാശ് വേണേ ഞാൻ ഇവളോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാ? സാറ് പറയണം. അമ്മാവനിപ്പോ എന്താ വേണ്ടത്? ഒരു ഇച്ചിരി തന്നെയല്ലേ. എന്നെ ഒരു അന്യനായിട്ട് കാണരുത്. ഇതാ, ഇത് വാങ്ങിക്കണം. അച്ഛന് കള്ളു കുടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇത് മാത്രമേ ബാക്കിയുള്ളൂ, കൊണ്ടേക്കുള്ളൂ. സുജാതയിൽ നിന്ന് ഞാനിതൊട്ടും പ്രതീക്ഷിച്ചു. എന്നെ ഒരു അന്യനായി കാണാൻ മാത്രമേ സുജാതയ്ക്ക് കഴിയുന്നുള്ളൂ അല്ലേ? തങ്കപ്പേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതൊന്നും ഓർത്തില്ല. ക്ഷമിക്കാൻ എന്തിരിക്കുന്നു? പക്ഷേ സുജാത ഒന്ന് ഓർക്കണം, സ്നേഹിക്കാനൊരു മനസ്സ് എനിക്ക് സ്വന്തമായുണ്ട്. ആ മനസ്സിൽ സ്നേഹത്തിനൊരു രൂപമുണ്ട്. ആ രൂപത്തിന് സുജാതയുടെ ഛായ. സുജാതയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ശരിയുടെയും തെറ്റിന്റെയും കാര്യമല്ല ചേട്ടാ, എന്നെ കുറിച്ച് ഒന്നും അറിയാതെ. അറിയാൻ മാത്രം എന്തിരിക്കുന്നു? സുജാത ഒരു സ്ത്രീയാണെന്നും അടക്കമുള്ളവളാണെന്നും ഒരു ജോലിയുണ്ടെന്നും അച്ഛനും അനിയനും ഒക്കെ ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാത്രം അറിഞ്ഞാൽ പോരെ, എന്റെ കഴിഞ്ഞ കാലം ചേട്ടനറിയണം. ചേട്ടനറിയാമോ, ഞാനൊരു മനുഷ്യനെ സ്നേഹിച്ചിരുന്നു. ഇനി ദിവസവും സുജാതയെ കാണാൻ പറ്റില്ല. എന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നൂടെ? അത് വേണ്ട. എന്നേക്കുമായി സുജാതയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് എന്റെ ആഗ്രഹം. അത്രയ്ക്ക് ഭാഗ്യം എനിക്കുണ്ടോ? ഇനിയും സംശയമോ? 2 ദിവസത്തിനകം ഞാൻ നാട്ടിൽ പോകും. എന്തിനാണെന്നോ? നമ്മുടെ വിവാഹം തീർച്ചപ്പെടുത്താൻ, അച്ഛനെ ഇങ്ങോട്ടയക്കാൻ. അയ്യോ, എനിക്ക് ഭയമാവുന്നു. എന്തിന്? സ്നേഹിക്കുന്നതിനോ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചതിനോ? രണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ പെരുമാറിയിട്ടില്ല. ഈ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചതും സുജാത എന്നെ വിശ്വസിക്കുന്നു എന്ന ധാരണയിലാണ്. അയ്യോ, വിശ്വാസക്കുറവ് എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരു പെൺകുട്ടിയായി എനിക്ക് നഷ്ടപ്പെടാനുള്ളത് ഇത്തരം നിമിഷങ്ങളിൽ നഷ്ടപ്പെടുമെന്ന് അല്ലേ? എന്തൊരു വല്ലാത്ത ചിന്താഗതിയാണ് സുജാതയുടേത്. ഞാൻ അല്പം പോലും ആലോചിക്കാത്ത വഴിക്കാണ് സുജാതയുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. ആട്ടെ, ഒന്ന് ചോദിക്കട്ടെ, ഇഷ്ടപ്പെട്ടവന് എന്തും കാഴ്ചവെക്കുന്നതിലല്ലേ ഒരു സ്ത്രീയുടെ ആഗ്രഹം മുഴുവൻ? അതെ, പക്ഷേ എന്ത് പക്ഷേ? സമൂഹമല്ല സുജാതയെ വിവാഹം കഴിക്കുന്നത്, ഞാനാണ്. ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും സുജാത വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നെനിക്കറിയണം. അയ്യോ, ഞാൻ പറയൂ, വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. പക്ഷേ ഒരു പക്ഷയുമില്ല. ഈ വിശ്വാസം അരക്കിട്ടുറപ്പിക്കേണ്ടത് ഇന്നെന്റെ ആവശ്യമാണ്. അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ അയാളെ കാത്തിരുന്നു. പക്ഷേ അയാൾ വന്നില്ല. അന്വേഷിച്ചില്ലേ? ഉവ്വ്. പക്ഷേ അയാൾ ഏതോ ഗൾഫ് നാട്ടിലേക്ക് പറന്നു കഴിഞ്ഞിരുന്നു. ഒരു നേഴ്സിനെ വിവാഹം കഴിച്ചു. വിശ്വാസം തെളിയിക്കാൻ വേണ്ടി സ്ത്രീത്വം പണയം വെക്കേണ്ടി വന്നൊരു പെണ്ണാണ് ചേട്ടാ ഞാൻ. ഉപയോഗിച്ച് വലിച്ചെറിയപ്പെട്ട പെണ്ണ്. അബൂക്കെ, ഏത് ബൈക്കാണ് അബൂക്ക? കാര്യം കേട്ടിട്ട് പറയാ അബൂക്ക. സുബൈദ പ്രായം കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണല്ലോ.
സുബൈദയ്ക്ക് ബുദ്ധിയും ഭംഗിയും സൗന്ദര്യമുള്ള ഒരു പുരുഷനെ ആവശ്യമാണല്ലോ. ഇത് ഇടത്തിട്ടക്കാരെ ആരെ അയക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. താൻ തന്നെ നേരിട്ട് പോകുന്നത് നന്നായി. കിട്ടുന്നത് കയ്യോടെ വാങ്ങിച്ചിട്ട് പോയിക്കോ. മോളെ ആ വെട്ടോത്തി ഇങ്ങെടുത്തോ. അല്ല പൂക്ക, ഒന്ന് ആലോചിച്ച്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് സുബൈദയുടെ സൗന്ദര്യമുള്ളതും എന്റെ ബുദ്ധിയിലുമുള്ളതായ ഒരു കൊച്ചു ജനിച്ച് ആ കൊച്ചിന്റെ മാമയാകാൻ പോകുന്ന അബൂക്ക ഒന്ന് ആലോചിച്ച്. എനിക്കടാ എടാ പൽഗുണ, നിന്റെ ഈ മോന്തയുടെ സൗന്ദര്യവും അവളുടെ ബുദ്ധിയുള്ള ഒരു കൊച്ചാണ് ജനിക്കുന്നതെങ്കിൽ അത് ദേ ഈ നിൽക്കുന്നതിന്റെക്കാൾ അപ്പുറത്തെ വകന്റെ ആയി പോലടാ. നമുക്ക് നീ ഒരു കാര്യം ചെയ്യും, ഇനി പെണ്ണാലോചിച്ച് ചെല്ലുന്നതിന് മുമ്പേ നന്നായിട്ടൊന്ന് പല്ല് തേക്ക്. ആ കൂട്ടവളെ എന്റെ നിലക്കിന് വേണ്ട മേലിൽ എന്നെ നീ ഓർമ്മിച്ചിടാതെ. എന്തോ എന്റെ നിലക്കിന് വേണ്ട മേലിൽ എന്നെ നീ ഓർമ്മിച്ചിടാതെ. ഓ പടച്ചനെ, വെട്ട് കൊണ്ടത് പട്ടിക്കായി പോയത്. ഇങ്ങനെ തടി നോക്കാണ്ട് പണിയെടുത്താലേ എന്ത് നടക്കാൻ വയ്യണ്ടോ നമ്മളെ. എന്ത് ചെയ്യാനാ ഇഷത്ത, ഒരു കുടുംബം വളരണ്ടേ. അനക്ക് നേരെ ചൊവ്വേണെന്ന് കാര്യം പറഞ്ഞൂടെ കുട്ടി. ചെറിയൊരു ബാല്യക്കാരത്തി പെൺകുട്ടി പണിയെടുത്തിട്ട് പിന്നെ നാണല്ലാത്ത രണ്ട് കൂറ്റന്മാര്. അച്ഛനും അങ്ങനെയായി പോയില്ലേ ഇഷത്ത. അന്ന് വെച്ചിട്ട് ഇതൊന്നും പടച്ചോനായാലും പൊറപ്പിച്ചൂടാ മോളെ. ക്ഷീണം കൊണ്ട് എന്റെ കണ്ണിന്റെ തിളക്കം കൂടി പോയി തുടങ്ങി. ഞമ്മളൊരു സുറുമ തരുന്നുണ്ട്, അത് എഴുതിയാലേ കണ്ണിന് നല്ല തെളിച്ചം കിട്ടും, ഉറക്കവും വരും, നല്ല കിണവ് കാണാം. ആ എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. കേട്ട സുരേച്ചി, വേറൊരാളുടെ അടുത്ത് നേരത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടാ നമ്മുടെ അതിന് വിലയില്ലാത്തത്. ആ എനിക്കറിയാൻ, നമ്മള് പോയിട്ട് വേണം പൽപ്പൊടിയുടെ കൂടെ സുറുമ കച്ചവടം തുടങ്ങാൻ. ഞാൻ പോട്ടെ. വരട്ടെ ആയിഷാട്ടാ. ആയിഷത്തെ പോലെ ഒരു സ്ത്രീയെ കാണാൻ പ്രയാസമാണല്ലേ സുബൈദ? സംശയമുണ്ടോ? എന്റെ ഉമ്മാനെ ഞാൻ കണ്ടിട്ടില്ല ചേച്ചി, പക്ഷെ എന്റെ കൽബില് ഉമ്മാന്റെ രൂപം ആയിഷത്തേടേതാ. അബൂക്കയും ആയിഷത്തെയും ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായില്ലേ? സുബൈദാന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് അവരൊന്നിക്കുമല്ലേ? എന്റെ നിക്കാഹ് കഴിയുന്നവരെ കാത്തിരിക്കില്ലെന്ന് പറഞ്ഞ ഇക്ക കേൾക്കും, പക്ഷേ ആയിഷത്തെ കേൾക്കൂല. അതാ പറഞ്ഞ് എന്റെ ഉമ്മയെ അവരുടെ പള്ളി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വരും.